ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി പൗഡർ ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുവാൻ നമുക്ക് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. കുടിക്കുമ്പോൾ വളരെയധികം റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. റാഗി പൗഡർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. റാഗി പൗഡർ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ റാഗി പൗഡർ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റാഗി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെക്കരുത്. റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരികയും ചെയ്യും. റാഗി നമുക്ക് കുക്കായിട്ട് കിട്ടുകയുമില്ല. കുറച്ച് സമയം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിക്കായിട്ട് വന്നു തുടങ്ങും. ഇപ്പോൾ ഇവിടെ ഇത് തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ റാഗി പൗഡർ കൂടുതൽ അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഈ ഒരു പാകത്തിന് കുറുകി കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിന് കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി മിക്സിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. റാഗി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 7 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശുദ്ധമായ തേനുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഡ്രിങ്കിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയുടെ തൊലി മാറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ മുഴുവനും ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇവിടെ ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. നമ്മുടെ ഈ ഡ്രിങ്ക് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റാഗി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും റാഗി ഉപയോഗിച്ച് ഇതുപോലെ ഡ്രിങ്ക് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.